ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1561. ഇന്ന് ഏപ്രിൽ മാസം 9-ാം തീയതി. അങ്ങനെ ഈ ആണ്ടിലെ 100-ാമത്തെ ദിവസത്തിലെത്തി. 100 ദിവസം ഈ ആണ്ടിൽ നമ്മൾ ജീവിച്ചു കേട്ടോ. ആരംഭിച്ച ആദ്യ ദിനം പ്രാർത്ഥനയോടും ധ്യാനത്തോടും ശ്രദ്ധയോടും കൂടി ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ, നിറവേറ്റുമെന്ന് പ്രതിജ്ഞ ചെയ്ത കുറച്ച് കാര്യങ്ങൾ, അവയെല്ലാം ഇപ്പോൾ എങ്ങനെ എവിടെയായിട്ടുണ്ടാവും അറിയില്ല. എന്തായാലും ഈ ആണ്ടിലെ ഉദ്ധാന പെരുന്നാളിലൂടെ, നമ്മുടെ കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ, ആ ഈസ്റ്ററിലൂടെ കടന്നു പോകാനായിട്ട് അവസരവും ഭാഗ്യം കിട്ടിയെങ്കിലും എന്താണിപ്പോൾ വീണ്ടും അടുത്തൊരു ആഴ്ചയിലേക്ക് എത്തുമ്പോൾ എന്നിലും നിങ്ങളിലുമൊക്കെ അവശേഷിക്കുന്നത്? ഈസ്റ്ററിന്റെ ഏറ്റവും വലിയ ഓർമ്മപ്പെടുത്തൽ എന്താണ്? അവൻ ഇവിടെയില്ല എന്നാണ്, എവിടെയില്ലെന്നാണ്. അവൻ ഖബറിലില്ല എന്നതാണ് ഈസ്റ്ററിന്റെ ഏറ്റവും ശക്തമായ ഒരു മുന്നറിയിപ്പോ ഓർമ്മപ്പെടുത്തലോ. അതിങ്ങനെ നമുക്കിടയിൽ മുഴങ്ങുന്നുണ്ട്. അവൻ ഇവിടെയില്ല. അങ്ങനെ ഒരു ശബ്ദം മാലാഖ അറിയിക്കുന്നില്ലേ? അതൊരു സദ്വാർത്തയാണ്. അവൻ ഇവിടെയില്ല. കല്ലറയ്ക്ക് മുൻപിലുള്ള മാലാഖയ്ക്ക് അതാണ് പറയാനുള്ളത്. അതെങ്ങനെ സദ്വാർത്തയാവും? അറിയുക, ഓർക്കുക, ലോകം ഇന്നോളം കേട്ട ഏറ്റവും ശ്രേഷ്ഠമായ സദ്വാർത്ത ഇതാണ്: അവൻ ഇവിടെയില്ല. അന്നോളം മനുഷ്യനെ അലട്ടിയിരുന്ന സകലവിധ സംശയങ്ങൾക്കും ഭയങ്ങൾക്കും ആകുലതകൾക്കുമുള്ള ഉത്തരം ശൂന്യമായ ഈ കല്ലറയിലുണ്ട്. അവന്റെ കല്ലറ മാത്രമേ ശൂന്യമായിട്ടുള്ളൂ. കല്ലറയിൽ ഇല്ലാത്ത അവൻ പിന്നെ എവിടെയുണ്ട് എന്ന അന്വേഷണത്തിൽ നിന്നാണ് അവൻ ഇവിടില്ല എന്ന വാർത്ത ഏറ്റവും വലിയ സദ്വാർത്തയായി പരിണമിക്കാൻ പോകുന്നത്. അവൻ പിന്നെ എവിടെയുണ്ട്? അടക്കം ചെയ്ത കല്ലറയിൽ മാത്രമേ അവനിപ്പോൾ ഇല്ലാതായിട്ടുള്ളൂ. മറ്റെല്ലായിടങ്ങളിലും അവന്റെ സൗമ്യമായ ശ്രേഷ്ഠമായ സ്നേഹ സാന്നിധ്യമുണ്ട്. അതെ, മറ്റെല്ലായിടങ്ങളിലും ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ സ്നേഹ സാന്നിധ്യമുണ്ട്. ഏറ്റവും അധികമായി എവിടെയൊക്കെയാണ് ഉദ്ധിതനുണ്ടാവുക? ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കണ്ടെത്തേണ്ടത് എത്രയോ ആവശ്യമാണ്. ഒരുപക്ഷെ അടക്കം ചെയ്ത കല്ലറയുടെ സമീപത്ത് വരെ നമ്മൾ എത്തിയിട്ടുണ്ടാവും. മാലാഖ അകത്തുനിന്ന് പറയുന്ന ശബ്ദം കേട്ടിട്ടുണ്ടാവും: അവൻ ഇവിടെയില്ല. പിന്നെ അവൻ എവിടെയാണ്? എവിടെയാണ് അവനെ കണ്ടെത്തേണ്ടത്? എങ്ങനെയാണ് അവനോട് കൂട്ടുചേരേണ്ടത്? അതിനുള്ള ഉത്തരം ഈ ഒരു ഉയർപ്പ് പെരുന്നാളിനെ തുടർന്നുള്ള ആഴ്ചകളിൽ ഞാനും നമ്മൾ ഓരോരുത്തരും കണ്ടെത്തിയേ മതിയാവും. അതിൽ നിലനിന്നേ മതിയാവും, പ്രാർത്ഥനയോടുകൂടി. ആമേൻ.